ഇവിടെ പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് paradigm eliminates the problems in the procedural paradigm by clubbing data and functions that operate on that data into a single unit. അതായത് പ്രൊസീജറലിനുള്ള ലിമിറ്റേഷൻസ് എല്ലാം ഇവിടെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പാരഡിം ഓവർകം ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഡാറ്റേനെയും ഫങ്ഷൻസിനെയും എല്ലാം ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ക്ലബ് ചെയ്ത് വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് ക്ലബ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എന്നെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഇവിടെ തന്നിട്ടുണ്ട്, പിക്ചറായിട്ട് തന്നിട്ടുണ്ട്, ഫിഗറായിട്ട് 2.3ൽ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റും ടീച്ചർ ഒബ്ജക്റ്റും തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ എന്താ ഉള്ളത്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയുണ്ട്, രജിസ്റ്റർ നമ്പർ, മാർക്ക്, നെയിം, ഫീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അവയെ ആക്സസ് ചെയ്യാനും ബാക്കി ഓപ്പറേഷൻസുകൾ ചെയ്യാനൊക്കെയുള്ള ഫങ്ഷൻസുകളും അതേ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതുപോലെ തന്നെയാണ് ടീച്ചർ ഒബ്ജക്റ്റിലും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോണത് ഊപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഊപ്പ് പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. ഊപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു മോഡുലാർ സ്ട്രക്ചർ ക്ലിയർ ആക്കി തരുന്നു. അതായത് ഓരോ മൊഡ്യൂൾസായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത് കാരണം നമുക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സ്. അബ്സ്ട്രാക്റ്റ് ഡാറ്റ ടൈപ്സുകളെ ഡിഫൈൻ ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ് ആൻഡ് ഹാവ് എ ക്ലിയർലി ഡിഫൈൻഡ് ഇൻ്റർഫേസ്. അല്ലേ, മറ്റ് മൊഡ്യൂൾസിൽ നിന്ന് നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ്, അതായത് പ്രൈവറ്റ് ഡീറ്റെയിൽസുകളെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഊപ്പ് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ എക്സിസ്റ്റിംഗ് കോഡ് ആസ് ന്യൂ ഒബ്ജക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ എക്സിസ്റ്റിംഗ് വൺ. അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ്. അതുപോലെ തന്നെ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. എങ്ങനെ? ആ ഒരു കോഡിനെ മോഡിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിച്ചു പണിയാതെ തന്നെ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നതും എളുപ്പമാണ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫ് സിനാരിയോസ്. നമ്മുടെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഊപ്പ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് ആസ് വെൽ ആസ്